ഹലോ നമസ്കാരം. എല്ലാവർക്കും ചേസ് യുവർ ഡ്രീം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് 7ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ ടെക്സ്റ്റിലെ ആദ്യത്തെ ചാപ്റ്റർ, അതായത് നമ്മുടെ 8ാമത്തെ ചാപ്റ്റർ അധികാരം ജനങ്ങൾക്ക്. ചാപ്റ്ററിന്റെ പേര് അധികാരം ജനങ്ങൾക്ക്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. ഇതൊരു പൂക്കോട്ടുമല എന്ന് പറയുന്ന ഒരു വില്ലേജിൻ്റെതാണ്. അവിടെ വന്നിരിക്കുന്ന കുറെ പദ്ധതികളും അവരുടെ വികസനവുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊന്നും നമുക്ക് വേണ്ട, നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ അറിഞ്ഞാൽ പോരെ. പക്ഷെ ഇത് നമുക്ക് വേണം. ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭകളെ അടുത്തറിയുമ്പോൾ ഇതെന്താണെന്ന് നോക്കാം. ഇക്കഴിഞ്ഞ ദിവസമാണ് ഞാൻ എൻ്റെ വാർഡിലെ ഗ്രാമസഭ ആദ്യമായി സന്ദർശിച്ചത്. പൊതുജനങ്ങൾക്ക് നാടിന്റെ വികസനം സംബന്ധിച്ച ചർച്ചകളിൽ പങ്കെടുക്കാനും അഭിപ്രായം പറയാനും തീരുമാനമെടുക്കുന്നതിൽ പങ്കാളികളാകാനും കഴിയുന്നത് എപ്രകാരമാണെന്ന് എനിക്ക് നേരിട്ടറിയാൻ കഴിഞ്ഞു. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഉൾക്കൊള്ളുന്ന സഭയാണ് ഗ്രാമസഭ. നഗരങ്ങളിൽ ഇത് വാർഡ് സഭ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഗ്രാമസഭയിൽ പ്രാദേശിക വികസന ചർച്ചകൾക്ക് മാത്രമല്ല, ജനങ്ങളുടെ ജീവിത വിഷയങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകൾക്കും അവസരമുണ്ടാകുമെന്നത് എനിക്ക് കിട്ടിയ പുതിയ അറിവാണ്. കുറഞ്ഞത് 3 മാസത്തിലൊരിക്കലാണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത്. പൗരസമത്വവും തുല്യാവകാശവും ഉറപ്പാക്കുന്ന വേദി കൂടിയാണ് ഗ്രാമസഭ എന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഓർമ്മിപ്പിച്ചു. ജനാധിപത്യ ഭരണ പ്രക്രിയയിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകാനും തീരുമാനമെടുക്കാനുമുള്ള അവസരമാണ് ഗ്രാമസഭകൾ വഴി ലഭിക്കുന്നതെന്ന് കൺവീനറായ വാർഡ് മെമ്പറും പറയുകയുണ്ടായി. നമ്മുടെയെല്ലാം സജീവ പങ്കാളിത്തം ഉണ്ടാകേണ്ട ഇടമാണ് ഗ്രാമസഭകൾ എന്നെനിക്ക് ബോധ്യമായി. അപ്പൊ ഇതെന്താണെന്ന് അറിയാവോ? ഇത് നിവിൻ എന്ന് പറയുന്ന ഒരു കുട്ടി പോസ്റ്റ് ചെയ്ത ചില കാര്യങ്ങളാണ്. ഫേസ്ബുക്കിലാണെന്ന് തോന്നുന്നു. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ചില കാര്യങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ചില ചോദ്യങ്ങളുണ്ട്. ഗ്രാമസഭയിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് പറഞ്ഞത്? ഗ്രാമത്തിന്റെ വികസനം മാത്രമല്ല, ജനങ്ങളുടെ ജീവിത രീതികൾ കൂടിയാണ് ഗ്രാമസഭയിൽ ചർച്ച ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഗ്രാമസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ് ഗ്രാമസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത്? പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ആരാണ്? പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. അതൊക്കെ ഇതിലുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഗ്രാമസഭയുടെ അധ്യക്ഷൻ. അധ്യക്ഷ പ്രസംഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഓർമ്മിപ്പിച്ചു എന്നാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഗ്രാമസഭയ്ക്ക് സമാനമായി നഗരങ്ങളിലുള്ള സംവിധാനം ഏതാണ് നഗരങ്ങളിലുള്ളത്? വാർഡ് സഭയാണ്. എന്താണ്? വാർഡ് സഭയാണ് നഗരങ്ങളിലുള്ളത്. ഗ്രാമസഭയുടെ കൺവീനർ ആരാണ് ഗ്രാമസഭയുടെ കൺവീനർ? വാർഡ് മെമ്പർ ആണ് ഗ്രാമസഭയുടെ കൺവീനറായ വാർഡ് മെമ്പറും കൊടുത്തിരിക്കുന്നത് കണ്ടോ? കൺവീനറായ വാർഡ് മെമ്പറും എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ ഗ്രാമസഭയുടെ കൺവീനർ എന്ന് പറയുന്നത് വാർഡ് മെമ്പർ ആണ്. ഇതൊരു ഗ്രാമസഭ നോട്ടീസാണ്. നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കാൻ വഴിയുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്. നമുക്ക് ഗ്രാമസഭ ഉണ്ടെങ്കിൽ നേരത്തെ കൂട്ടിയിട്ട് എന്ത് ചെയ്യും? നോട്ടീസ്, എല്ലാ വീടുകളിലും നോട്ടീസ് കൊടുക്കും. അപ്പൊ ഇതുപോലെ ഒരു നോട്ടീസൊക്കെ അച്ചടിച്ച് ഒരു ക്ലാസ് സഭ ചേരാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവര് കൊച്ചു കുട്ടികളാണ്, പഠിച്ചു വരുന്ന കുട്ടികളാണ്. അവരെ ഈ അധികാരങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഗ്രാമങ്ങൾ അടിസ്ഥാനമാകുമ്പോൾ ഗാന്ധിജിയുടെ ഒരു സ്വപ്നമാണ്. വായിക്കാം. എന്റെ സങ്കല്പത്തിലുള്ള ഗ്രാമസ്വരാജ് മുഖ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അയൽക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തതും ആശ്രയം ഒരു ആവശ്യമായി തീർന്നാൽ മാത്രം മറ്റുള്ളവരുമായി പരസ്പര സഹായത്തിലേർപ്പെടുന്നതുമായ ഒരു പൂർണ്ണ റിപ്പബ്ലിക്കാണ്. അതിനാൽ ഓരോ ഗ്രാമത്തിന്റെയും പ്രധാന താല്പര്യം ഭക്ഷ്യവിളയും തുണിക്കാവശ്യമായ പരുത്തിയുടെ വിളവും വർദ്ധിപ്പിക്കുക എന്നതായിരിക്കും. കന്നുകാലികൾക്ക് പ്രത്യേകം സ്ഥലം, പ്രായപൂർത്തിയായവർക്കും കുട്ടികൾക്കും വിനോദശാലകളും വേണം. കൂടുതൽ ഭൂമിയുണ്ടെങ്കിൽ പണം സമ്പാദിക്കാനുള്ള തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കാൻ ഉപയോഗിക്കാം. അപ്പൊ ഗാന്ധിജി തന്റെ ഹരിജൻ എന്ന പുസ്തകത്തിൽ എഴുതിയ കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഗ്രാമങ്ങളുടെ വികസനത്തെ കുറിച്ചുള്ള ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? സ്വന്തം ആവശ്യങ്ങൾ, മുഖ്യമായ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അയൽക്കാരെ ആശ്രയിക്കേണ്ടി വരരുത്. ആവശ്യമായി തീർന്നാൽ മാത്രം മറ്റുള്ളവരുമായി പരസ്പര സഹായത്തിൽ ഏർപ്പെടുന്നതായിരിക്കണം. അത്തരത്തിലൊരു പൂർണ്ണ റിപ്പബ്ലിക് ആയിരിക്കണം. അപ്പൊ ഓരോ ഗ്രാമവും എന്ത് ചെയ്യണം? ഭക്ഷ്യവിളകളും തുണിക്ക് ആവശ്യമായ പരുത്തിയും കൃഷി ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നതെന്നും ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യ പുരോഗതി സാധ്യമാകൂ എന്നുമാണ് ഗാന്ധിജി വിശ്വസിച്ചിരുന്നത്. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമങ്ങളായതിനാൽ പഞ്ചായത്തുകളുടെ അധികാരം എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം അത് ജനക്ഷേമകരമായിരിക്കും. സ്വയംഭരണ ഗവൺമെന്റ് എന്ന അർത്ഥത്തിലാണ് ഗാന്ധിജി ഗ്രാമസ്വരാജിനെ വിശേഷിപ്പിച്ചത്. എന്താണ് ഗ്രാമസ്വരാജ്? ഒരു സ്വയംഭരണ ഗവൺമെന്റ് എന്ന അർത്ഥത്തിലാണ് ഗാന്ധിജി ഗ്രാമസ്വരാജിനെ വിശേഷിപ്പിച്ചത്. ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് നടപ്പിൽ വരുത്തുന്നതിനുള്ള മാർഗങ്ങളാണ് അധികാര വികേന്ദ്രീകരണം. അപ്പൊ എന്താണ് അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്? ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് നടപ്പിൽ വരുത്തുന്നതിനുള്ള മാർഗങ്ങളാണ് അധികാര വികേന്ദ്രീകരണം. ജനങ്ങളിലേക്ക് അധികാരം വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ഗ്രാമസ്വരാജ് എന്ന സങ്കല്പം പൂർണ്ണമാകുന്നത്. അപ്പൊ അധികാര വികേന്ദ്രീകരണം വഴി ജനങ്ങളിലേക്ക് അധികാരം എത്തുന്നു. അപ്പോഴാണ് ഗ്രാമസ്വരാജ് എന്ന സങ്കല്പം പൂർണ്ണമാകുന്നത്. ഇത് അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. കർഷക കൂട്ടായ്മ ഉണർന്നു കൊയ്ത്തു യന്ത്രങ്ങൾ പാടത്തേക്ക്. ഇത് ചെറിയ ചെറിയ സംഭവങ്ങൾ അവർക്ക് പഠിക്കാനുള്ളതാണ്. ഇതൊന്നും നമുക്ക് വേണ്ട. അധികാര വികേന്ദ്രീകരണം എന്താണെന്നത് ഇവിടെ ഉണ്ട്. അധികാരം ചിലരിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോഴല്ല, പകരം എല്ലാ ജനങ്ങളിലേക്കും വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുമ്പോഴാണ് അധികാര വികേന്ദ്രീകരണം. എന്താണ്? ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതാണ് അധികാര വികേന്ദ്രീകരണം. അങ്ങനെയെങ്കിൽ എന്താണ് അധികാര കേന്ദ്രീകരണം? ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം ചിലരിൽ മാത്രം നിക്ഷിപ്തമാകുന്നതാണ് അധികാര കേന്ദ്രീകരണം. ചിലരിൽ മാത്രം അധികാരം നിൽക്കുമ്പോഴാണ് അതിന് എന്തെന്ന് പറയുന്നത്? അധികാര കേന്ദ്രീകരണം എന്ന് പറയുന്നത്. ഇവിടെ സാധാരണക്കാർക്ക് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകാനുള്ള അവസരം താരതമ്യേന കുറവാണ്. ഇപ്പൊ എന്തൊക്കെയാണ് അധികാര വികേന്ദ്രീകരണത്തിന്റെ സവിശേഷതകൾ എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം, അല്ലെ? നമ്മുടെ പ്രാദേശിക വികസനം, നമ്മളൊരു ഗ്രാമസഭയൊക്കെ കൂടുമ്പോൾ നമ്മൾ ഗ്രാമത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഗ്രാമസഭകൾ കൂടുതലായും പ്രവർത്തിക്കുന്നത്. അപ്പൊ അതെന്തിന് കാരണമാകും? പ്രാദേശിക വികസനത്തിന് കാരണമാകും. വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നു, അല്ലെ? ഒരു ഗ്രാമത്തിലെ വികസന പ്രവർത്തനങ്ങൾ മൊത്തത്തിൽ പറയുമ്പോൾ ഏതിനാണോ നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത് അതിന് മുൻതൂക്കം കൊടുത്ത് നമുക്കത് ആദ്യം ചെയ്യാൻ കഴിയുന്നു. വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നു. സ്ത്രീകൾക്കും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃശേഷിയും ഭരണപരിചയവും കൈവരുന്നു. അപ്പോൾ സ്ത്രീകൾക്കും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും, അതായത് എന്തെങ്കിലും ഡിഫറently ഏബിൾഡ് ആയിട്ടുള്ള അവർക്കൊക്കെ എന്ത് ചെയ്യാൻ കഴിയുന്നു? ഭരണപരിചയം കൈവരുന്നു. നേതൃശേഷിയും ഭരണപരിചയവും കൈവരുന്നു. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം പ്രത്യേകിച്ച് പറയാനില്ല. നമ്മുടെ നാട്ടില് എന്തൊക്കെയാണ് കുറവെന്ന് നമ്മൾ അറിഞ്ഞ് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുന്നു. അത് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ ഉയർത്തുന്നു. പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും. ഇപ്പൊ ജനങ്ങൾ നേരിട്ട് അധികാരത്തിൽ പങ്കെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് എവിടെയാണ്? നമ്മുടെ ഗ്രാമസഭകളിലാണ്, അല്ലെ? ഗ്രാമസഭകളിലാണ്. അപ്പൊ അങ്ങനെ ജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും ലഭിക്കുന്നു. അധികാര വികേന്ദ്രീകരണം കാലങ്ങളിലൂടെ. പുരാതന കാലം മുതൽ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഗ്രാമീണ ഭരണ വ്യവസ്ഥയായിരുന്നു പഞ്ചായത്ത്. അപ്പൊ നമുക്ക് പണ്ട് മുതൽക്കേ തന്നെ എന്തുണ്ട്? പഞ്ചായത്തുണ്ട്. ഗ്രാമജീവിതത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളായിരുന്നു അവ. പഞ്ച് അതായത് 5 ആയത്, യോഗം അഥവാ സമ്മേളനം എന്നീ സംസ്കൃത പദങ്ങൾ ചേർന്നാണ് പഞ്ചായത്ത് എന്ന പദം രൂപം കൊണ്ടത്. അപ്പൊ എന്താണ്? പഞ്ചെന്ന് വെച്ചാൽ 5, ആയതെന്ന് വെച്ചാൽ യോഗം അല്ലെങ്കിൽ സമ്മേളനം. ഈ 2 സംസ്കൃത വാക്കുകൾ ചേർന്നാണ് പഞ്ചായത്ത് എന്ന പദം രൂപപ്പെട്ടത്.
ബ്രിട്ടീഷ് ആധിപത്യത്തോടെ ഇന്ത്യയിൽ പഞ്ചായത്ത് ഭരണ സംവിധാനം ദുർബലമാകാൻ തുടങ്ങി. എന്നാൽ 1882 റിപ്പൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതുജീവൻ നൽകിയത്. നമ്മൾ റിപ്പൺ പ്രഭുവിനെയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. റിപ്പൺ പ്രഭുവാണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നതോടുകൂടി പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുകയും അവ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നതോടുകൂടി പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുകയും അവ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുകയും അവ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തത് ഏത് ആക്ട് പ്രകാരമാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. അധികാര വികേന്ദ്രീകരണം ഭരണഘടനയിൽ. ഇപ്പൊ ഭരണഘടനയിൽ അധികാര വികേന്ദ്രീകരണത്തെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായി അനുച്ഛേദം 40, നമ്മുടെ ആർട്ടിക്കിൾ 40 പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. എങ്കിലും ശക്തമായ പ്രാദേശിക ഭരണ സംവിധാനത്തിന്റെ അഭാവം ഇന്ത്യയിലെ ഗ്രാമീണ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. ഇത് പരിഹരിക്കുന്നതിനും പ്രാദേശിക ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുമായി നിരവധി കമ്മിറ്റികൾ നിയോഗിക്കപ്പെട്ടു. അവയിൽ പ്രധാനപ്പെട്ടതാണ് ബൽവന്ത് റായ് മേത്തയുടെയും അശോക് മേത്തയുടെയും നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട കമ്മിറ്റികൾ. അപ്പൊ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന 2 കമ്മിറ്റികളാണ്. അപ്പൊ അവരുടെ ശുപാർശകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെല്ലാമാണെന്ന് നോക്കാം. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ശുപാർശ 1957 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ് ത്രിതല പഞ്ചായത്ത് കൊണ്ടുവന്നത്. അശോക് മേത്ത കമ്മിറ്റി ശുപാർശ 1978 ദ്വിതല പഞ്ചായത്ത് എന്ന ആശയം മുന്നോട്ട് വെച്ചു. ത്രിതല പഞ്ചായത്ത് മുന്നോട്ട് വെച്ചത് ബൽവന്ത് റായ് മേത്ത. അവിടെയാണ് ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് എന്നിങ്ങനെ വരുന്നത്. അപ്പൊ ദ്വിതല പഞ്ചായത്തില് മണ്ഡൽ പഞ്ചായത്തും ജില്ലാ പരിഷത്തുമാണ് ദ്വിതല പഞ്ചായത്ത് സംവിധാനത്തിൽ വരുന്നത്. ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതികൾക്കും മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിന്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം കൊടുത്തിരിക്കുന്നത്? പഞ്ചായത്ത് സമിതികൾക്കാണ്. മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിന്. ജില്ലാ പരിഷത്തിനായിരിക്കും ജില്ലാതല ആസൂത്രണ ചുമതല. അപ്പൊ അശോക് മേത്ത കമ്മിറ്റി പ്രകാരം ജില്ലാ പരിഷത്തിനായിരിക്കും ജില്ലാതല ആസൂത്രണ ചുമതല. മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതല. അപ്പൊ ജില്ലാ പരിഷത്ത് ജില്ലാതല ആസൂത്രണവും മണ്ഡൽ പഞ്ചായത്ത് ഗ്രാമങ്ങളുടെ ചുമതലയും കൈകാര്യം ചെയ്യുന്നത് അശോക് മേത്ത കമ്മിറ്റി പ്രകാരമാണ്. ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി കൊണ്ടുവന്ന ഒരു ശുപാർശയാണ് ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ്. അപ്പൊ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി കൊണ്ടുവന്നതാണ്. അശോക് മേത്ത കമ്മിറ്റി കൊണ്ടുവന്ന എന്താണ്? പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത കൊണ്ടുവരാൻ കാരണമായ കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിൽ പരോക്ഷ തിരഞ്ഞെടുപ്പ്. ഇവിടെ എങ്ങനെയായിരുന്നു? ഗ്രാമപഞ്ചായത്തുകൾക്ക് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പും ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിൽ പരോക്ഷ തിരഞ്ഞെടുപ്പും. ഇപ്പൊ ഇവിടെ വരുമ്പോൾ പട്ടികജാതി പട്ടികവർഗ സംവരണവും ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി എന്ന് ഓർത്തിരിക്കുക. തുടക്കം രാജസ്ഥാനിൽ. എന്തിന്റെ തുടക്കമാണ് രാജസ്ഥാനിൽ? എന്തിന്റെയാണ്? പഞ്ചായത്ത് രാജ് അല്ലെ? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് രാജസ്ഥാനിലാണ്. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. എവിടെയാണ്? രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിൽ. തുടർന്ന് അതേ വർഷം തന്നെ എവിടെയൊക്കെ വന്നു? ആന്ധ്രാപ്രദേശിൽ. രണ്ടാമത് നമ്മൾ പഠിക്കും സൗത്ത് ഇന്ത്യയിലെ, ദക്ഷിണേന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. രണ്ടാമത്തേത് തമിഴ്നാട്. പിന്നെ എവിടെ വന്നു? വെസ്റ്റ് ബംഗാളിലും പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നു. ഭരണഘടനാ ഭേദഗതി
അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട വിവിധ കമ്മിറ്റികളുടെ ശുപാർശകൾ രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്നതിലെ കാലതാമസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിനും ഏകീകൃത ഘടനയ്ക്കും തടസ്സമായി. അപ്പോൾ ഇത് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ കമ്മിറ്റികളുടെയൊക്കെ ശുപാർശ കൊണ്ടുവരാൻ ഒരുപാട് കാലതാമസം ഉണ്ടായി. ഇതെന്ത് സംഭവിച്ചു? ഇത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണവും ഏകീകൃത ഘടനയ്ക്കും തടസ്സമായി. അതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുതകൾ നൽകുവാൻ തീരുമാനിച്ചു. അതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകുവാൻ തീരുമാനിച്ചു. 1992 73, 74 ഭരണഘടനാ ഭേദഗതികൾ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായി. അപ്പൊ ഏതൊക്കെയാണ് ആ ഭേദഗതി? 1992, 73, 74 ഭരണഘടനാ ഭേദഗതികൾ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായി. 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്തി രാജ് നിയമവും 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നഗരപാലികാ നിയമവും നിലവിൽ വന്നു. അപ്പൊ 73 പഞ്ചായത്തി രാജ്, 74 നഗരപാലികാ നിയമം. ഏതാണ് വർഷം? 1992. അപ്പൊ 73-ാം ഭരണഘടനാ ഭേദഗതി, അതിലെ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? 1. ഗ്രാമസഭകളുടെ രൂപീകരണം. എന്താണ്? ഗ്രാമസഭകളുടെ രൂപീകരണം. പിന്നെ ഭരണകാലാവധി 5 വർഷം. ഭരണകാലാവധി എത്ര വർഷമാണ്? ഭരണകാലാവധി 5 വർഷമാണ്. പട്ടികജാതി പട്ടികവർഗ സംവരണം, വനിതാ സംവരണം, തിരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് അല്ലെ? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലേ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്? 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ ഉണ്ട് ഇല്ലേ? ഇപ്പോഴും ഉണ്ട് അല്ലെ? ത്രിതല പഞ്ചായത്ത് സംവിധാനം, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. നമ്മുടെ ബൽവന്ത് റായ് മേത്ത പറഞ്ഞ ത്രിതല പഞ്ചായത്ത് ഏതൊക്കെയാണ്? അത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് അല്ല. ഇവിടെ എന്താണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അത് നമ്മുടെ 74-ാം ഭരണഘടനാ ഭേദഗതി. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഭേദഗതി പറയുമ്പോൾ വർഷവും കൂടി ചേർത്ത് പറയുക. അപ്പൊ നമുക്ക് അത് സെപ്പറേറ്റ് പഠിക്കേണ്ട. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ പറയണം? 1992 74-ാം ഭരണഘടനാ ഭേദഗതി, നഗരപാലിക സംവിധാനം, വാർഡ് സഭകളുടെ രൂപീകരണം. ഇപ്പൊ എന്താണ്? വാർഡ് സഭയാണ്, നഗരങ്ങളിൽ വാർഡ് സഭയാണ്. ഭരണകാലാവധി 5 വർഷം തന്നെയാണ്. പട്ടികജാതി പട്ടികവർഗ സംവരണം ഏർപ്പെടുത്തി, വനിതാ സംവരണം ഏർപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്. 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ. 2 തരം നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ. നഗർ പഞ്ചായത്തും മുനിസിപ്പൽ കൗൺസിൽ. മുനിസിപ്പൽ കൗൺസിൽ കേരളത്തിൽ മുനിസിപ്പാലിറ്റികളുമുണ്ട്, കോർപ്പറേഷനുകളുമുണ്ട്. അതായത് ചെറിയ ചെറിയ ടൗണുകളിൽ. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളവർക്കറിയാം ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയാണ്. ആറ്റിങ്ങലാണെങ്കിൽ ഒരു ടൗൺ ആണ്, പട്ടണമാണ്, അവിടെ മുനിസിപ്പാലിറ്റി ആണ്. തിരുവനന്തപുരം കോർപ്പറേഷനാണ്, തിരുവനന്തപുരം സിറ്റി ആണ്, അവിടെ കോർപ്പറേഷൻ ആണ്. അപ്പൊ ടൗണിലെല്ലാം മുനിസിപ്പാലിറ്റിയും സിറ്റികളിലെല്ലാം കോർപ്പറേഷനുമാണ് എന്നുകൂടി ഓർക്കുക. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം ഏതാണ്? പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം ഏതാണ്? നമ്മുടെ ഗ്രാമസഭകളല്ലേ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം. ഇന്ത്യയിലെ ഗ്രാമീണ അധികാര വികേന്ദ്രീകരണം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏതാണ് ഗ്രാമീണ അധികാര വികേന്ദ്രീകരണം? പഞ്ചായത്ത് രാജ് സംവിധാനം. ഇന്ത്യയിലെ ഗ്രാമീണ അധികാര വികേന്ദ്രീകരണ സംവിധാനമാണ് പഞ്ചായത്ത് രാജ് സംവിധാനം. ഇനി അടുത്ത് പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഘടനയാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് അല്ലേ? നമ്മൾ ഓരോരോ ആവശ്യങ്ങൾക്ക് നമ്മൾ ബ്ലോക്ക് പഞ്ചായത്ത് വരെ പോയിരുന്നു. അവിടെ നിന്ന് നടന്നില്ലെങ്കിൽ നമ്മൾ ജില്ലാ പഞ്ചായത്തിലോട്ട് പോകും. ആദ്യം നമ്മൾ ഗ്രാമപഞ്ചായത്തിൽ പോകും. അവിടെ നിന്ന് നടക്കാത്ത കാര്യങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിൽ പോയി നേടും. അവിടെ നടന്നില്ലെങ്കിൽ നമ്മൾ എവിടെ പോകും? ജില്ലാ പഞ്ചായത്തിൽ പോകും. അപ്പൊ നഗരപാലിക സംവിധാന പ്രകാരമാണെങ്കിൽ മുനിസിപ്പൽ കൗൺസിലും മുനിസിപ്പൽ കോർപ്പറേഷനും ഉണ്ട്. അതായത് മുനിസിപ്പാലിറ്റിയും ഉണ്ട്, കോർപ്പറേഷനും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ടൗണുകളിലാണെങ്കിൽ അവിടെ മുനിസിപ്പാലിറ്റിയും, സിറ്റികളിൽ വലിയ വലിയ നഗരങ്ങളിലാണെങ്കിൽ അത് കോർപ്പറേഷനുമാണ് എന്ന് ഓർത്തിരിക്കുക. പിന്നെ ഇത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച വിവരങ്ങളാണ്. നമ്മുടെ പഞ്ചായത്ത് ഏതാണ്, നമ്മുടെ വാർഡ് മെമ്പർ ആരാണ്, പഞ്ചായത്ത് പ്രസിഡന്റ് ആരാണ്, ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്. അപ്പൊ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, ഇതൊക്കെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്.
ജനകീയ ആസൂത്രണം കേരളത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 73-74 ഭരണഘടനാ ഭേദഗതികളെ തുടർന്ന് 1996 എന്നാണ് 1996 കേരളത്തിൽ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ജനകീയ ആസൂത്രണം നടപ്പിലാക്കിയത്. ജനകീയ ആസൂത്രണം ഇപ്പൊ കേരളത്തിലെ 1996 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയാണ് ജനകീയ ആസൂത്രണം. പ്രാദേശിക ഭരണ സംവിധാനത്തിന് കൂടുതൽ അധികാരങ്ങളും ചുമതലകളും നൽകി അവ നടപ്പാക്കുന്നതിനാവശ്യമായ ഉദ്യോഗസ്ഥർ, സ്ഥാപനങ്ങൾ, ഫണ്ട് എന്തൊക്കെയാണ് ഉദ്യോഗസ്ഥർ, സ്ഥാപനങ്ങൾ, ഫണ്ട് എന്നിവ ലഭ്യമാക്കാൻ ജനകീയ ആസൂത്രണം വഴിയൊരുക്കി. അപ്പൊ എന്താണ്? പ്രാദേശിക ഭരണ സംവിധാനത്തിന് കൂടുതൽ അധികാരങ്ങളും ചുമതലകളും നൽകി അവ നടപ്പിലാക്കാൻ, പദ്ധതികളും പ്രവർത്തനങ്ങളും ഒക്കെ നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരെയും സ്ഥാപനങ്ങളെയും ഫണ്ടും ഒക്കെ ലഭ്യമാകാൻ ജനകീയ ആസൂത്രണം വഴിയൊരുക്കി. ഈ ഭരണഘടനാ ഭേദഗതികളുടെ ഫലമായി ഏത് ഭരണഘടനാ ഭേദഗതി? 73-74 ഭരണഘടനാ ഭേദഗതികളുടെ ഫലമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 33% സ്ത്രീ സംവരണം ഏർപ്പെടുത്തി. അപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 33% സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതികൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ 1992 73-74 ഭേദഗതികളാണ് എന്ന് എല്ലാവരും കൃത്യമായി പറയണം. തുടർന്ന് 2005 പഞ്ചായത്തി രാജ് ആക്ട് ഭേദഗതിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം 50% ഉയർത്തി. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം 50% ഉയർത്തിയ ഭേദഗതി ഏതാണ്? 2005 പഞ്ചായത്തി രാജ് ആക്ട് ആണ്. അപ്പൊ ഇവിടെ അപ്പുറത്തൊരു സ്കൂളിൽ ചെറിയ പണി നടക്കുന്നുണ്ട്. അതാണ് ചെറിയ തട്ടും മുട്ടും നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തൊക്കെയോ വെച്ച് ഇടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. എനിക്ക് പണി നിർത്തി വെക്കാൻ പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാനും കഴിയില്ല. അപ്പൊ അതുകൊണ്ടാണ് അവരില്ലാത്ത ടൈമിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ 10% സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതികൾക്കായി മാറ്റിവെക്കാറുണ്ട്. അപ്പൊ എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ ഓരോ പദ്ധതികളൊക്കെ വരുമ്പോൾ അത് 10% സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതികൾക്കായിട്ട് മാറ്റിവെക്കാറുണ്ട്. ചുമതലകൾ. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലകൾ എന്തൊക്കെയാണ്? ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യൽ, സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കൽ, പ്രാഥമിക വിദ്യാലയങ്ങളുടെ മേൽനോട്ടം, മാതൃശിശു വികസനം, കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകൽ, പരമ്പരാഗത ജലസ്രോതസ്സുകൾ സംരക്ഷിക്കൽ, മാലിന്യ നിർമ്മാർജ്ജനം, വളർത്തുനായകൾക്ക് ലൈസൻസ് നൽകൽ. അപ്പൊ ഇത് ഇത്രയും എന്തിന്റെയാണ്? നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നമുക്ക് കിട്ടുന്ന സേവനങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി അടുത്തത് വരുമാനം വിവിധ സ്രോതസ്സുകളിലൂടെ. എങ്ങനെയാണ് നമ്മുടെ ഈ പഞ്ചായത്തുകൾക്കൊക്കെ എങ്ങനെയാണ് വരുമാനം കിട്ടുന്നത്? ഇതൊക്കെ ചെയ്യാൻ ഇപ്പൊ ഈ കുട്ടി ഇങ്ങനെ ചോദിക്കണം, മുത്തശ്ശി ഇന്ന് ഞങ്ങൾ പഞ്ചായത്തിന്റെ ചുമതലകളെ കുറിച്ച് പഠിച്ചല്ലോ. അപ്പൊ മുത്തശ്ശി പറയണം, ആഹാ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ഇപ്പൊ മിഴിമോള് പറയുകയാണെ, സാംക്രമിക രോഗങ്ങൾ തടയുക, ജലാശയങ്ങൾ സംരക്ഷിക്കുക, ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുക, അങ്ങനെ പലതും. മുത്തശ്ശി മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നല്ലോ. ഇതൊക്കെ ചെയ്യാനുള്ള വരുമാനം പഞ്ചായത്തിന് എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് പറയാമോ? അപ്പൊ മുത്തശ്ശി പറയാണ്, മിടുക്കി, നല്ല ചോദ്യം. പഞ്ചായത്തിന് വിവിധ തരം വരുമാന മാർഗങ്ങളുണ്ട്. ഉദാഹരണമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകളും ഗ്രാന്റുകളും. എന്താണ്? കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകളും ഗ്രാന്റുകളും ഉണ്ട്. കൂടാതെ കെട്ടിട നികുതിയുണ്ട്, തൊഴിൽ നികുതിയുണ്ട്, വിനോദ നികുതിയുണ്ട്. അങ്ങനെ പലതരം നികുതികളിലൂടെയൊക്കെ പഞ്ചായത്തിന് വരുമാനം ലഭിക്കുന്നു. ഇപ്പൊ കുട്ടി പിന്നെയും ചോദിക്കുകയാണ്, മുത്തശ്ശി കഴിഞ്ഞ ദിവസം അച്ഛൻ കെട്ടിടത്തിന്റെ പെർമിറ്റ് എടുക്കാൻ ഫീസ് അടച്ചിരുന്നല്ലോ. അതും പഞ്ചായത്തിന്റെ വരുമാന മാർഗങ്ങളിൽ പെടില്ലേ? ഇപ്പൊ പെർമിറ്റിന് വേണ്ടിയിട്ടുള്ള ഫീസ് അടച്ചു പഞ്ചായത്തില്, അതും ഇതിൽ വരില്ലേ? അതെ, അതും ഉൾപ്പെടും. പെർമിറ്റ്, രജിസ്ട്രേഷൻ മുതലായവയിൽ നിന്നുള്ള ഫീസും, പിന്നെന്താണ്, ബസ് സ്റ്റാൻഡ്, പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള മാർക്കറ്റുകൾ, മൈതാനം എന്നിവയിൽ നിന്നുള്ള ഫീസുകളും പഞ്ചായത്ത് ചുമത്തുന്ന പിഴകളും വരുമാന മാർഗത്തിൽ പെടും. പഞ്ചായത്ത് ചുമത്തുന്ന പിഴകളും.
ആഹാ, അപ്പോൾ ഇത്രയേറെ വരുമാന മാർഗങ്ങളുണ്ടല്ലേ? മുത്തശ്ശി പറയാനുണ്ട്. പക്ഷേ ഓരോ പഞ്ചായത്തും സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ സ്വഭാവം അനുസരിച്ച് വരുമാനത്തിൽ വ്യത്യാസം വരും എന്നത് മറക്കേണ്ട. പ്രാദേശിക വികസനം സാധ്യമാകണമെങ്കിൽ പഞ്ചായത്തിന് ധാരാളം വരുമാനം വേണ്ടേ? ഇത് മാത്രമല്ല, സർക്കാർ അംഗീകാരത്തോടെ വിവിധ തരം വായ്പകളും ഗുണഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന വിഹിതങ്ങളും നിബന്ധനകളോടുകൂടി സ്വീകരിക്കുന്ന സംഭാവനകളും വരുമാനത്തിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ പഞ്ചായത്തിന്റെ വരുമാനങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? വിവിധ തരം നികുതികൾ, സർക്കാർ കൊടുക്കുന്ന ഗ്രാന്റുകൾ, ഫണ്ടുകൾ, പിന്നെന്താണ് ചെറിയ ചെറിയ പിഴകൾ, പിന്നെന്താണ് പറഞ്ഞത്, ബസ് സ്റ്റാൻഡ്, ചന്ത, അവിടെ നിന്നൊക്കെ കിട്ടുന്ന ചെറിയ ഫീസുകൾ. ഇതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രധാന വരുമാന സ്രോതസ്സുകൾ. ഇനി പ്രതിസന്ധികൾ. അധികാര വികേന്ദ്രീകരണത്തിലൂടെ കേരളം ജനകീയ ആസൂത്രണം ഉൾപ്പെടെയുള്ള ഏറെ നേട്ടങ്ങൾ സ്വായത്തമാക്കിയെങ്കിലും വിവിധതരം വെല്ലുവിളികളും നേരിടുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ മിലൻ തയ്യാറാക്കിയ സെമിനാർ പ്രബന്ധം. ഇത് നമുക്ക് പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല. പദ്ധതി വിഹിതം സമയബന്ധിതമായി ലഭിക്കാത്ത അവസ്ഥ, വികേന്ദ്രീകരണം പൂർണ്ണമായും നടപ്പാക്കാത്ത സാഹചര്യം, ഗ്രാമസഭകളിലെ കുറഞ്ഞ ജനപങ്കാളിത്തം, ഗ്രാമീണ മേഖലകളിലെ പഞ്ചായത്തുകളുടെ തനത് വരുമാനത്തിലെ കുറവ്, ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത, ഇതൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് പ്രധാനമായിട്ട് നമ്മുടെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയും പിന്നെന്താണ് നമ്മുടെ അശോക് മേത്ത കമ്മിറ്റി എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, പിന്നെ എന്താണ് അധികാര വികേന്ദ്രീകരണം എന്നൊക്കെയാണ് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പോൾ ഇതിന്റെ നോട്ട് ഞാൻ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആവശ്യമുള്ളവർ തീർച്ചയായും കമന്റ് ചെയ്യുക. ഓക്കെ, കമന്റ് ചെയ്യുന്നവർക്കാണ് നോട്ട് ലഭ്യമാകുന്നത് എന്ന് കൂടി നിങ്ങൾ ഓർക്കുക. കാരണം നമുക്ക് ഇത് ഇത്രയൊന്നും വേണ്ട. ഇതൊരു കുഞ്ഞു ക്ലാസ്സിലെ കുട്ടിക്ക് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ അധികാരം എങ്ങനെയാണ് നടക്കുന്നത്, ഭരണം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. നമുക്കുള്ള പോയിന്റ്സ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നോട്ട് വേണ്ടവർ നോട്ട് ചോദിക്കുക. അപ്പോൾ 8 ചാപ്റ്റർ ആയി. ഇനി അടുത്ത ചാപ്റ്ററിലൂടെ നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ഞാൻ വിട പറയുകയാണ്. താങ്ക് യു. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.